മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു മാധ്യമപ്രവർത്തകരോട്. മര്യാദയ്ക്ക് ഇരിക്കേണ്ടത് മാധ്യമപ്രവർത്തകരല്ല, സംഘപരിവാറുകാരും ബജരംഗദളുകാരുമാണ് മര്യാദയ്ക്ക് ഇരിക്കേണ്ടത്. ഞാൻ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹം ഒരു സിനിമാ താരം എന്നുള്ള നിലയിലല്ലല്ലോ അദ്ദേഹത്തോട് ചോദിച്ചത്. BJPയുടെ കേന്ദ്രമന്ത്രിയാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു വൈദികനാണ് ആക്രമിക്കപ്പെട്ടത് മധ്യപ്രദേശിൽ BJP ഭരിക്കുന്ന സ്ഥലത്ത്. തെരഞ്ഞെടുപ്പ് കാലത്തെ പള്ളിയിൽ സ്വർണ്ണകിരീടമായിട്ട് പോയാൽ മാത്രം പോരാ, അല്ലാത്ത സമയത്തും ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ സംരക്ഷിക്കാൻ, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബാധ്യത കൂടി ഈ കേന്ദ്രമന്ത്രിക്കുണ്ട്. അപ്പോൾ കേന്ദ്രമന്ത്രിയും BJPയും അതിന് മറുപടി പറഞ്ഞാൽ മതിയാവും. ഇപ്പോൾ അവിടെ പോയി ഈസ്റ്റർ കാലത്ത് ക്രിസ്മസ് കാലത്ത് കേക്ക് വിതരണം നടത്തും, വീടുകളിൽ പോയി കെട്ടിപ്പിടിക്കും. എന്നിട്ട് രാജ്യത്തുടനീളം പള്ളികൾ ആക്രമിക്കുക, ക്രിസ്മസ് ആരാധനകൾ തകർക്കുക. ഇതൊരു തീർത്ഥാടനം നടത്തിയ ആൾക്കൂട്ടത്തെയാണ് തടഞ്ഞു വെച്ചത്. അത് അന്വേഷിക്കാൻ പോയ വൈദികനെയാണ് ക്രൂരമായി ആക്രമിച്ചത്. വേറെ എത്രയോ വൈദികർ UPയിലൊക്കെ ജയിലിൽ കിടക്കും, മലയാളികളടക്കം. സ്റ്റാൻ സ്വാമിയെ ജയിലിൽ വെച്ച് കൊന്നു. അല്ല, മന്ത്രിയാണെന്ന് മറക്കാൻ പാടില്ലല്ലോ. മന്ത്രി മറുപടി പറയാനില്ലാണ്ടാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറയട്ടെ. സ്വർണ്ണകിരീടവുമായി തെരഞ്ഞെടുപ്പ് കാലത്ത് പള്ളിയിൽ പോയാൽ മാത്രം പോരാ, അത് കൊടുത്ത സന്ദേശം എന്താണെന്ന് ഞാനതിനെ തെറ്റൊന്നും പറയുന്നില്ല, അതിന് ഞാൻ തെറ്റ് പറഞ്ഞതല്ല. അദ്ദേഹം പോയി, അതിന് കൊടുത്ത മെസ്സേജ് എന്താണ്? അവരെ കൂടി ചേർത്ത് നിർത്തുമെന്നല്ലേ അതിൻ്റെ മെസ്സേജ്. ഇപ്പോൾ അവർ സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഒരു വൈദികൻ ആക്രമിക്കപ്പെട്ടപ്പോൾ ചോദിച്ചപ്പോൾ മറുപടിയില്ല അല്ലേ, മറുപടിയില്ല. പിന്നെ ഈ ബില്ല് പാസ്സാക്കിയത് കൊണ്ട് മുൻപത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവോ? ഉണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് അവരെ അഭിനന്ദിക്കാം ചെയ്യുവാണെങ്കിൽ. സമസ്ത മുഖപത്രം മുഴുവൻ വായിക്കണം. മുഴുവൻ കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അവസാനത്തെ ഒരു വാചകം മാത്രം അങ്ങ് വായിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. മുഴുവൻ കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇത് CPMൻ്റെ ഒരു അജണ്ടയാണ്, ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ വേണ്ടി. ഇന്ത്യ മുന്നണി ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പാർലമെൻറ്റിലെ ഇരുസഭകളിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു, ഒറ്റയ്ക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇല്ലേ. പിന്നെ കേരളത്തിലെ ബില്ല് പാസ്സാക്കുന്ന പോലെയാണോ പാർലമെൻറ്റിൽ ബില്ല് കൊണ്ടുവരുന്നത്? ബില്ല് കൊണ്ടുവരുന്നത് എന്താണെന്നറിയില്ല. ഇവിടെ നമ്മൾ സമ്മതിക്കില്ല. ഇവിടെ ബില്ല് സർക്കുലേറ്റ് ചെയ്ത് ആ ബില്ല് എന്ന് ചർച്ചയ്ക്കെടുക്കും എന്ന് തീരുമാനിക്കും. ആ ബില്ല് ചർച്ചയ്ക്കെടുത്ത് ആ ബില്ല് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് അയക്കും. അമെൻമെൻറ്റ് ഭേദഗതി കൊടുക്കാനുള്ള സമയം തരും. തിരിച്ചാ ബില്ല് വരും, രണ്ടാം വായന നടത്തും, നമ്മുടെ അമെൻമെൻറ്റ് ചർച്ചയ്ക്കെടുക്കും, ഭേദഗതി മൂന്നാം വായന നടത്തും. ഇതൊന്നും അവിടെ ഇല്ല. ബില്ല് അന്ന് ചെല്ലുമ്പോഴാണ് അറിയുന്നത് ബില്ല് എന്താണ്, ബില്ലിൻ്റെ അകത്ത് ഏതെല്ലാം പ്രൊവിഷനാണെന്ന് അറിയുന്നത് അന്ന് ചെല്ലുമ്പോഴാണ്. ബില്ലുമേ ഭേദഗതി കൊടുക്കാനുള്ള സമയം പോലും ഇല്ല. ഇപ്പോൾ പറഞ്ഞു പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ടാണ് പോയത് എന്ന് പറഞ്ഞു. നേരത്തെ പാർട്ടിയിൽ നിന്ന് അനുവാദം വാങ്ങിച്ച് അവരുടെ ഏറ്റവും അടുത്ത ആളുടെ ഒരു വലിയ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് പോയതാണ്. ഈ ബില്ല് വരുമെന്ന് ആർക്കും അറിയില്ല എന്ന് അവർ പോയി. അതിനെന്താ? അപ്പോൾ CPM ആ ഇന്ത്യ മുന്നണി അവിടെ യുണൈറ്റഡായി ഒറ്റക്കെട്ടായി നിന്നപ്പോൾ അതിൻ്റെ നിറം കെടുത്താൻ വേണ്ടി CPMൻ്റെ ഒരു MP യും CPMൻ്റെ ബാക്കി നേതാക്കന്മാരും പറഞ്ഞ കഥയാണ്.